കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടന്നു. സമ്മേളനം കെപിസിസി ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ എംഎൽഎയും അനുമോദനവും യാത്രയയപ്പും സന്ദീപ് വാര്യർ എംഎൽഎയും ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. പുതുതലമുറയെ ആകർഷിക്കുന്നതിന് പുത്തൻ സാങ്കേതിക വിദ്യയെ സഹകരണ മേഖല ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറിയും എംഎൽഎയുമായ കെ നീലകണ്ഠൻ പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയുടെ മുന്നേറ്റത്തിന് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. സഹകരണ മേഖലയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ചട്ടം ഭേദഗതി പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും നീലകണ്ഠൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ സഹകരണ ഒരു നിർണായക സംഖ്യയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് വളരെ കഠിനതയോടുകൂടി അതിന്റെ സമ്മേളനങ്ങളൊക്കെ നടത്തി നല്ല ഒരു നേതൃത്വത്തെ പടുത്തുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം ജീവനക്കാർക്ക് അതുപോലെ മനസ്സിലേക്കും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ ഒരു കാലഘട്ടമാണ്. താലൂക്ക് പ്രസിഡന്റ് കെ പി ജയദേവൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വി അജയൻ മുഖ്യപ്രഭാഷണം നടത്തി. പി കെ വിനോദ് കുമാർ, പി വിനോദ് കുമാർ, സുജിത്ത് പുതുക്കൈ, എ സുധീഷ് കുമാർ, കെ ഉദയഭാനു, എം ശ്രീലത, ഉഷാകുമാരി, കെ സുകുമാരൻ, എൻ ആർ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള യാത്രയയപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്കുള്ള അനുമോദനവും സന്ദീപ് വാര്യർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ചെകുത്താനും കടലിനുമിടയിലായിരുന്ന സഹകരണ മേഖലയ്ക്ക് പുത്തനുണർവാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം സമ്മാനിച്ചതെന്ന് സന്ദീപ് വാര്യർ എംഎൽഎ പറഞ്ഞു. താലൂക്ക് വൈസ് പ്രസിഡന്റ് ഷിബു കടവങ്ങാനം അധ്യക്ഷനായി. പി കെ പ്രകാശ് കുമാർ, സി ജയൻ, എ കെ ശശാങ്കൻ, ചന്ദ്രശേഖരൻ, വി അശോകൻ, എം ലത, ജയപ്രകാശ് മയീച്ച, കെ ബാലകൃഷ്ണൻ, യു പ്രശാന്ത് കുമാർ, കെ ആർ രാഗേഷ്, സുനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.